നിങ്ങളൊക്കെ ഇങ്ങനെയാണോന്ന് അറിയത്തില്ല. എനിക്ക് രാത്രി ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്ന് വിചാരിച്ച് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് വെച്ച് തപ്പി അവസാനം വരുമ്പോ മനസ്സിലാവും നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന്. പിന്നെ ഞാൻ അതിന്റെ ഓർക്ക് പോലും ഇല്ല. പിന്നെ സത്യമായിട്ട് ഞാൻ പറയണം, അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, ഈ നശിച്ച ഇൻസ്റ്റാഗ്രാം. എനിക്കിപ്പത്തെ ഞാനാണെങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ കാലിൻ്റെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എക്സസൈസ് ചെയ്യുന്ന വീഡിയോസ് ആണ്. ഈ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എൻ്റെ കാലിൻ്റെ കുറച്ച് വണ്ണം കൂടിയായിരുന്നെങ്കിലുണ്ടല്ലോ ഞാനൊക്കെ ആരായേനെ. അതുപോലെ എനിക്ക് ചായക്കട തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചായക്കട ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങി കഴിഞ്ഞാൽ സക്സസ്ഫുള്ളാണ്. ബാംഗ്ലൂർ ചായക്കട തുടങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു മലയാളികളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതേ കണത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഇതേ പറഞ്ഞതുപോലെയൊക്കെ നോക്കും. പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചായക്കട പൊങ്ങി ഉദിച്ച് നമ്മൾ തുടങ്ങേണ്ടടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ. ഇതിനകത്തൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പട്ടിണിയാവും. ഞാൻ എന്തോരം ബിസിനസ് ഉണ്ടാകാൻ അറിയോ. 18 വയസ്സിൽ തുടങ്ങിയതാണ് ബിസിനസ് പ്ലാൻ. ഷെഡി കച്ചവടം, ഷെഡി പ്രാക്കട തൊട്ട് കോഴിക്കട. എന്റെ RPയിലെ ബിസിനസ് പ്ലാൻ ജട്ടി കച്ചവടം. അതൊക്കെ കോപ്പിയടി ചായക്കട, മറ്റേ പട്ടിയെ വളർത്തുന്നത്, പട്ടിയെ ബേറ്റ് ചെയ്യുന്ന കട, എന്തൊക്കെ കടകളെ പറ്റി ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കും എന്റെ കൂട്ടുകാർക്കും മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് രാവിലെ ആകുമ്പോ ഇതെല്ലാം മറന്നും പോകും. പ്ലാനൊക്കെ രാത്രിയിൽ ഇരുന്ന് കൂടുന്ന ദിവസം അളിയാ നാളെ തൊട്ട് നമ്മൾ ടീഷർട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണു, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് രാത്രി പ്ലാൻ ചെയ്യുക. രാവിലെ ആകുമ്പോൾ ആ കിടന്നെടുത്ത് പൈസ കൊടുക്കാൻ പോലും കയ്യിലുണ്ടാവില്ല. അങ്ങനെയാണ് അത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ നാളായിട്ട്. പ്രശ്നം എൻ്റെ ബിസിനസ് ഐഡിയകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അമ്മാതിരി ഐഡിയകളാണ്. പക്ഷെ എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റിന് ആളില്ല. അതാണ് എൻ്റെ പ്രശ്നം.